അത് മോഴ്സുലേറ്റർ എന്ന് മാത്രമല്ല, മോഴ്സുലേറ്റർ എന്നാണ് എന്നെ പറയുന്നത്. മോഴ്സുലേറ്റർ അതിനാണ് ആവശ്യം. മോഴ്സുലേറ്ററിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മോഴ്സുലോസ്കോപ്പ് എന്ന് പറയുന്നത്. മോഴ്സുലേറ്ററാണ് പ്രധാനപ്പെട്ട സാധനം. അതിനാണ് വിലയുള്ളത്. അതിനാണ് ഈ 12 ലക്ഷം രൂപയുള്ളത്. മോഴ്സുലോസ്കോപ്പിന് ചെറിയ വിലയുള്ള സാധനമാണ്. അത് 2 ലക്ഷത്തിന് താഴെയുള്ള ചെറിയ സാധനമാണ്. മോഴ്സുലേറ്ററാണ് പ്രധാനപ്പെട്ട ഭാഗം. അതാണ് 14 ലക്ഷം രൂപയുടെ പ്രധാനപ്പെട്ട മെഷീൻ. അത് ഈ പറഞ്ഞതുപോലെ അത് ഇപ്പോൾ തൽക്കാലം അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഔട്ട്ഡേറ്റഡ് ആണെന്നല്ല, അതിനെപ്പറ്റി പരിചയമുള്ള ഡോക്ടർമാർ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. അത് വെച്ച് ആദ്യം ചെയ്ത കേസ് തന്നെ അത് വളരെ കോംപ്ലിക്കേഷനായ പേഷ്യൻ്റ്, ഏതാണ്ട് മരണത്തിനടുത്തെത്തിയ ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ അത് അന്ന് ഇത് ഞാൻ ഇരിക്കുന്നതിന് മുമ്പേ, ഞാൻ എടുക്കുന്നതിന് മുമ്പേ പഴയ ഡോക്ടറാണ് അത് വരുത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് അതിന് പരിചയമുണ്ടെന്നുള്ള ഇതിലാണ് അത് വരുത്തിച്ചത്. എന്നിട്ട് അത് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നുള്ള അതിൻ്റെ ഒരു വിദഗ്ധനായിട്ട് ചേർന്ന് ഇവിടെ ഒരു പേഷ്യൻറ്റിനെ ഓപ്പറേഷൻ ചെയ്തു. ആ ഓപ്പറേഷൻ ചെയ്ത് അത് വളരെ ശരിയായ ഭയങ്കരമായ കോംപ്ലിക്കേഷനിലെത്തി. അത് രാവിലെ 8 മണിക്ക് തുടങ്ങി ഓപ്പറേഷൻ തീർന്നത് വൈകുന്നേരം 8 മണിക്ക് എന്തോ ആണ്. അത് ആദ്യം ചെയ്തു, പിന്നെ അത് രണ്ടാമത് ഓപ്പറേഷൻ, രണ്ടാമത് തുറന്നു, മൂന്നാമത് തുറന്നു. അങ്ങനെ പിന്നെ പേഷ്യൻ്റ് അവരുടെ ഭാഗത്തു നിന്ന് പരാതികളൊക്കെ വരികയും ചെയ്തിരുന്നതാണ്. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ആ രോഗി രക്ഷപ്പെട്ടു പോയതാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് ആ ഉപകരണം വെച്ച് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനോ അതിൻ്റേതായിട്ടുള്ള പരിചയം ഇല്ലാത്തത് കൊണ്ട് അത് ഉപയോഗിക്കാറില്ല. അത് പറഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചെറിയ രോഗത്തിനുള്ളത്. അത് നമുക്ക് സാധാരണ ദിവസവും ചെയ്യുന്ന അരമണിക്കൂർ ചെയ്യുന്ന TRP എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യുന്ന ആ ടെക്നിക്കാണ്. അതിന് വേണ്ടിയിട്ടാണ് ലേസർ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ പുതിയ ടെക്നോളജി. അതിന് ശരിക്കും പറഞ്ഞാൽ അതിന് ചെയ്യാനുള്ള ആവശ്യവും ഇല്ല, നമുക്കത് ചെയ്യാനുള്ള സമയവും കിട്ടത്തില്ല. അത് തീരാൻ തന്നെ സമയം ഒരുപാട് എടുക്കും. പിന്നെ നമുക്ക് പരിചയമില്ലാത്തത് വെറുതെ ചെയ്ത രോഗിയൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റി വെച്ചിരിക്കുന്നത്.